ചരിത്രം പഠിച്ചിട്ട് ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് നമ്മുടെ മൈക്കിൾ ചാർട്ട്, ദ 100 by മൈക്കിൾ ചാർട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ വ്യക്തി റസൂലാണെന്നാ. റസൂലിന്റെ മദ്ഹാദ് മൈക്കിൾ ചാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, ക്രിസ്ത്യാനിയായ മനുഷ്യൻ റസൂലിന്റെ മദ്ഹ് പറഞ്ഞു. അതുകൊണ്ട് സ്വർഗത്ത് പോവോ? ആളുകൾ പറയുന്ന അങ്ങനെ, പ്രവാചകനെ സ്നേഹിച്ചു എന്നാ സ്വർഗത്ത് പോകുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടാ റസൂലിനോട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആലോചിച്ചു നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട് മാരണത്തിലേക്ക് തൂങ്ങി നിന്ന താടിയായിരുന്നു റസൂലിനോട്. കർമ്മത്തിലും ധർമ്മത്തിലും അനുധാവനങ്ങളിലും റസൂലിന്റെ സുന്നത്തില്ല, നാവില് മാത്രം. എന്തിനറിയോ? ആളുകളെ കൂട്ടാനാ. അല്ലാതെ പ്രവാചകനോട് സ്നേഹന്റെ മീശ കൊമ്പം മീശയാക്കില്ല കേട്ടോ. പ്രവാചകൻ എതിർത്തതാ, പ്രവാചകൻ ഹദീസിലൂടെ എതിർത്തതാ. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ പ്രവാചകനോടൊന്നല്ല സ്നേഹം, അതൊക്കെ ഇങ്ങനെ സലാത്ത് കേട്ടാ നിങ്ങൾക്ക് തോന്നുന്നതാ കേട്ടോ. പ്രവാചകനെ സ്നേഹിക്കുന്നവർ തൗഹീദിന് 1-ാം സ്ഥാനം കൊടുക്കും, പ്രവാചകൻ 1-ാം സ്ഥാനം കൊടുക്കും. പ്രവാചകനേക്കാളും അള്ളാഹുവിനേക്കാളും 1-ാം സ്ഥാനം കൊടുത്തത് 20-ാം നൂറ്റാണ്ടിന്റെ കവിക്കാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള മൂള ഇനിയെങ്കിലും മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകണം. കേവല ശബ്ദത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ മനോഹരമാണ് യേശുദാസിന്റെ, പങ്കജുദാസിന്റെ ഗസൽ ഒരുപക്ഷെ ലോകത്ത് പ്രസിദ്ധമായിരിക്കാം, നമ്മളത് മാനദണ്ഡമാക്കാറില്ല. റസ്മിയുടെ മൗലിദ് ഗാനങ്ങൾ അതൊക്കെ വലിയ രാഗാത്മകമായിട്ട് സുന്നികൾ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നാലെയല്ല നമ്മൾ. വികാരങ്ങളല്ല, വിചാരതലങ്ങളാണ് ഒരു മുസൽമാനെ നയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ധർമ്മവും ന്യായവും സത്യവും നീതിയും അനുധാവന സ്വഭാവവുമാണ് ലോകത്ത് ഇസ്ലാമിനെ വ്യതിരിക്തമാക്കി നിർത്തിയിട്ടുള്ളത് കേട്ടോ. പ്രവാചകന്റെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ടും മനസാ വാചാ കർമ്മണ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജനത. മീശ വെട്ടി ഒതുക്കിയും താടി നീട്ടിയും നരിയാണിയുടെ മേതെ ഡ്രസ് ധരിച്ചും എല്ലാ വിശ്വാസങ്ങളിലും വൈയക്തിക, വൈദേശിക, രാഷ്ട്രീയ, രാഷ്ട്രാന്തരീയ, സാമ്പത്തിക, ദാമ്പത്തിക, വിശ്വാസ, കർമ്മ, ആചാര രീതികളിലെല്ലാം മഹാരഥനായ പ്രവാചക ചക്രവർത്തിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി പിൻപറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. എന്ന് പറയുന്ന, എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്നാണ്. അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിക്കലാണ് പ്രവാചകനോടുള്ള സ്നേഹം കേട്ടോ. ബാപ്പ മോനോട് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ. ബാപ്പാന്റെ ജന്മദിനത്തിന്റെ അന്ന് ഒരു ഡ്രം കള്ളു കുടിച്ചുകൊണ്ട് ഞാനിതാ ബാപ്പാനെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറയലില്ല. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ പിതാവ് പറയാ റോഡ് ബ്ലോക്ക് ചെയ്യരുത്, ഈ വഴി നാരായണൻ, അതുപോലെ ഭാസ്കരൻ, സുമതി അവർക്കൊക്കെ വിട്ടുകൊടുക്കണം എന്ന് മക്കളോട് പറഞ്ഞാൽ, ബാപ്പ മരിച്ചിട്ട് പിറ്റേന്ന് ആ നടവഴി, ആ ഇടവഴി കല്ല് വെച്ച് കെട്ടി ബ്ലോക്ക് ചെയ്യുന്നവരല്ല ബാപ്പാനെ സ്നേഹിക്കുന്ന മക്കൾ. ആ റോഡ് വീതി കൂട്ടിക്കൊടുത്ത് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നവരാണ് പിതാവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മക്കൾ അല്ലേ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിന്റെ വീട്ടിലെ ഒരു മരം അയൽവാസിയുടെ നടയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു, അതവന്റെ യാത്രക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ ഇതാ മറ്റന്നാൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. ഇനി ഇതൊക്കെ കേട്ടാലും മുസ്ലിയാക്കന്മാരെ നേതൃത്വം കൊടുക്കും. കാരണം എന്താ? ജീവിതത്തിൽ നബിയുമായ ഒരു ബന്ധവുമില്ല. പിന്നെ ആകപ്പാട് അവർക്ക് സ്വത്തായി കിട്ടിയൊന്നെന്തറിയാം, വെള്ളക്കുപ്പായവും തുണിയും താടി തലപ്പാവും. അത് മാത്രമാണ് കൈമുതൽ, വേറൊന്നുമില്ല. ജീവിതമില്ല, കർമ്മമില്ല, ആചാരമില്ല, അനുഷ്ഠാനമില്ല. ഖുർആൻ എന്താണെന്നറിയില്ല, ഹദീസ് എന്താണെന്നറിയില്ല, നബി ആരാന്നറിയില്ല, അറിയില്ല. അങ്ങനെയുള്ള ഒരു ഉമ്മത്താണ് ഇന്ന് അല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ യുവാക്കളെ വിളിച്ചു വെച്ചിട്ട് മോനെ ലോക ക്രിക്കറ്റിൽ ശ്രദ്ധേയനായ വ്യക്തി ആരാന്ന് ചോദിച്ചു, കണ്ണു ചുമ്മി അവൻ 1000 തവണ വിളിച്ചു പറയും ആ പേര് അല്ലേ. ഇന്ത്യ രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങളുടെ പേരറിയാത്ത 2 വയസ്സുള്ള മക്കളുണ്ടോ ഒന്ന് നാട്ടിൽ? എത്ര സഹാബികളുടെ പേരറിയാൻ നമ്മുടെ തലമുറക്ക്? 25 സഹാബികളെ ശ്വാസമടക്കി പറയാൻ കഴിവുള്ള ഒരുത്തൻ ഈ സ്റ്റേജിൽ കയറി വരട്ടെ, ഒരു പണ്ഡിതൻ കയറി വരട്ടെ. 25 സഹാബികളുടെ പേര് പ്രവാചകൻ എണ്ണിയതുപോലെ റൂട്ട് തെറ്റാതെ കാറ്റഗറി അനുസരിച്ച്, യോഗ്യത അനുസരിച്ച് അബൂബക്കർ മുതൽ ഇങ്ങോട്ടുള്ള 25 പ്രവാചകൻ, 25 സഹാബികളുടെ പേര് പറയാൻ ഇന്നത്തെ പുതിയ തലമുറക്കറിയോ? ഇല്ല അല്ലേ. സിനിമാ നായകന്മാരുടെയും പോപ്പ് ഗായകന്മാരുടെയും നടന്മാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും ഫുട്ബോൾ താരങ്ങളുടെയും പേരുകൾ അറിയാത്ത ആരായി നീ? 25 പ്രവാചകന്മാരെ മനസ്സിരുത്തി ലോകത്തിന്റെ മുമ്പിൽ വിസ്തരിച്ചു കൊടുക്കാൻ കഴിവുള്ള എത്ര ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്? വിശുദ്ധ ഖുർആനിൽ 114 അധ്യായമുണ്ടെന്നും
91 അധ്യായം മക്കയിലാണ് അവതരിച്ചത് എന്നും 23 അധ്യായം മദീനയിലാണ് അവതരിച്ചതെന്നും മദീനയും മക്കീ സൂറത്തുകൾ എന്ന് വേർതിരിച്ചാണ് ആ സൂറത്തുകളെ വിലയിരുത്തുന്നതെന്നും അറിയാവുന്ന എത്ര യുവതലമുറയുണ്ട് നമുക്കിടയിൽ. അവിടെ നിന്നുകൊണ്ട് മതം എന്താണ് എന്നും മതം എന്തല്ല എന്നും പ്രവാചകൻ ആരാണ് എന്നും പ്രവാചകൻ ആരല്ല എന്നും ഖുർആൻ എന്താണ് എന്നും സുന്നത്ത് എന്താണ് എന്നും പഠിക്കണം യുവതലമുറ എന്നാണ് എനിക്ക് പറയാൻ. നിങ്ങൾ ഇന്നത്തെ യുവാക്കളെ ശ്രദ്ധിച്ചു, അവരോട് സ്വയം ചോദിക്കട്ടെ, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഓരോ യുവാവും നിങ്ങളൊരു 10 യുവാക്കളെ അല്ലെങ്കിൽ 1000 യുവാക്കളെ കാസർഗോഡിന്റെയോ മംഗലാപുരത്തിന്റെയോ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടൗണിൽ വിളിച്ചു വരുത്തി നിങ്ങൾ ചോദിക്കുക, നിന്റെ ജീവിതത്തിൽ എടുത്തു പറയാൻ നിനക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ഇന്നലെയിൽ നിന്ന് മെനയാന്ന് അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു നന്മ ഇന്നത്തെ ദിവസം നിനക്കുണ്ടോ? ഇല്ല. അന്നും ടൈറ്റ് ജീൻസ്, ഇന്നും ടൈറ്റ് ജീൻസ്, അന്നും ടീഷർട്ട്, അന്നും പാൻപറാക്കി വെച്ചിരുന്നു, ഇന്നും പാൻപറാക്കി വയ്ക്കുന്നുണ്ട്. അന്നും ഒരു തന്നെ നെഞ്ഞത്ത് കുത്തിയിട്ടുണ്ട്, ഇന്നും ഒരു തന്നെ നെഞ്ഞത്ത് കുത്തിയിട്ടുണ്ട്. ഇന്നിറങ്ങിയ സിനിമ ഇന്നലെയും കണ്ടിട്ടുണ്ട്, നാളെയും കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു നന്മ സ്വന്തം ജീവിതത്തിലുണ്ടോ? സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ പുതിയ തലമുറ? സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? സ്വരാജ്യത്തിന്റെ മണ്ണിൽ വായും വെള്ളവും കുടിച്ചു വളർന്ന ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു കൂറ് പുലർത്തുന്ന പുതിയ തലമുറയുണ്ടോ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ അഭിമാനത്തോടെ, ഉയർന്നു നിൽക്കുന്ന നട്ടലോടെ രാജ്യസേവനം നടത്തുന്ന പുതിയ തലമുറയോടെ ഏത് പാർട്ടിക്കാരന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ തലമുറയെ? അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പെട്ടടിനും ആശിഷും മയക്കുമരുന്നും കഞ്ചാവും മദ്യപാനവും കയ്യിലേന്ത് ജീവിച്ച് നട്ടെല്ല് വളഞ്ഞുപോയ ഓവുചാലുകളിലേക്ക് മുഖം കുത്തി വീണ ഒരു പുതിയ തലമുറയല്ലാതെ ഇന്നത്തെ മതസമൂഹത്തിനും രാഷ്ട്രീയ സമൂഹത്തിനും സമർപ്പിക്കാൻ ഒരു നിത്യനൂതനത്വമുള്ള യൗവനമുണ്ടോ ഇന്നത്തെ പുതിയ തലമുറയിൽ?